പരിശുദ്ധമായ ചന്ദനം. Hands up. പിടി പിടി നില്ല് നില്ല്. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വയസ്സ് ഉദ്ദേശം 28, പൊക്കം 5 അടി 10 ഇഞ്ച്, ഇരുനിറം, വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട്. ഒരു അന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. വിവരം നൽകുന്നവർക്ക് 50,000 രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. അടുക്കരുത്, ആരും അടുക്കരുത്, കൊന്നുകളയും ഞാൻ. ഈ നാട്ടിൽ നീതി നിയമമൊന്നും ഇല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെന്റെ കാറ് തട്ടിക്കൊണ്ടുപോയത്? എന്നിട്ടിപ്പോ കള്ളനായത് ഞാൻ. എല്ലാവരും കൂടി കള്ളനാന്ന് പറഞ്ഞാ ഞാൻ കള്ളനാവോ? ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യം ഒരിക്കലും നന്നാവൂല. ആ കുഞ്ഞിനെ പറ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്താ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ? മനുഷ്യനായ വിവരം വേണോടോ? പട്ടി. സോറി മോളെ. അവളവിടെ. എന്നെ തല്ലല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. I won't harm you. Give her back. I love her. I want to marry her. Tell me, where is she? Sir, I am innocent. I don't know where she is. സായിപ്പ് ഇവന് ഒരുമിച്ച് പഠിച്ചതാണെന്ന് തോന്നുന്നു ബോസ്. അവനെ എങ്ങനെ ഇടിക്കുന്നുമില്ല. ഇവന്മാർക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ലേ? This is my last warning. Give her back or I'll kill you. സായിപ്പ് എന്താ പറഞ്ഞത്? ഞാനത് പറയില്ല. പറ, സായിപ്പ് എന്താ പറഞ്ഞത്? പെണ്ണിനെ കൊടുത്താൽ സായിപ്പ് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും, സ്വത്തും എനിക്ക് തരും. ഇടയ്ക്ക് അവൻ കില്ലെന്ന് പറഞ്ഞില്ലേ? കില്ലെന്ന് പറഞ്ഞാ കൊല്ലുക എന്നല്ലേ? അത് കില്ല്, ഇത് ക്യുല്ല്. കില്ലെന്ന് പറഞ്ഞാ കൊല്ലുക, ക്യുല്ലെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. കില്ലെന്ന് പറഞ്ഞാ രക്ഷപ്പെടുത്തുക. ഓഹോ, അപ്പൊ ഞങ്ങളെ ഒഴിവാക്കാനാണ് ഭാവം അല്ലേ? What? They are going to avoid you. Really? Yeah. They are ready to help me to marry her if I let them take the wealth. Bastard. You are lying. സായിപ്പ് എന്താ ഇപ്പൊ പറഞ്ഞേ? ദേവിയത് അത് പറയാൻ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളെല്ലാം തന്തയില്ലാത്തവരാണെന്ന്. മനുഷ്യനായ നന്ദി വേണടാ പട്ടി. What? He says that you are a black, ugly chimpanzee. Chimpanzee? You calling me a chimpanzee? You son of a bitch! ഇടി സായിപ്പേ, ഇടി. പെണ്ണിനെ ഞാൻ വിട്ടുതരാം, എനിക്ക് സ്വത്ത് മതി. ഇടി ഇടി ഇടി. വൈദ്യുതി. സായിപ്പേ, ബാക്കിൽ ഗൂണ്ടാസ് കമ്മിങ്. Bastard! ചേട്ടാ, വേണ്ട. വേണം. അയ്യോ. You.
വേലു, എന്താടാ ഇവിടെ ഒരു ശബ്ദം? അവൻ വന്നോ? ഇല്ല സാർ. പിന്നെന്താടാ ഇവിടെ ഒരു പ്രതിയുടെ മണം? ഉം, ഉം, ഉം. നിനക്കെന്താ ഒരു പമ്മിക്കളി? ഒന്നുമില്ല സാർ. ഓ, ഈ കിഴങ്ങന്മാരിപ്പോ എന്തിനാ ആകാശത്തേക്ക് നോക്കണേ? നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല സാർ. പിന്നെ ഒരു കാര്യം, അവൻ ഇവിടെ വന്ന ആദ്യം വിവരം ഞാൻ അറിഞ്ഞിരിക്കണം. ഉവ്വ സാർ. ഓക്കേ? സാർ, തനിക്കിപ്പോ എന്താ വേണ്ടേ? വേണു ഇവിടെ ഇല്ല സാർ. ഓ, എന്റെ തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാം. വേണു, വേണു, എണീക്കടാ, എണീക്ക്. നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ. അകത്ത് നിറയെ പോലീസുകാരായിരുന്നു. നിന്നെ അങ്ങനെ അവര് കണ്ട, അതാ ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്കറിയാലോ എന്നെ. ആദ്യം ഓർത്തു നീ എന്നെ ചതിക്കണം. 50,000 രൂപ വിലയുള്ള അറവ് മാടല്ലേ ഞാൻ. പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ. എനിക്ക് മതിയായി ഈ ജീവിതം. പേപ്പട്ടിയെ പോലെ എല്ലാവരും കൂടി എന്നെ ഓടിക്കുക. മതി വേലു, പോലീസ് എന്നെ പിടിച്ചോട്ടെ. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കച്ചവടം, പിടിക്കപ്പെട്ട 10 വർഷം വെളിച്ചം കാണില്ലേ നീ? പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ. അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് എനിക്കും നിനക്കും മാത്രമല്ലേ അറിയൂ. പക്ഷെ പോലീസും നിയമമൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, പിടി കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ കാരണം നീ നമ്മുടെ കൂട്ടുകാരും ഇടികൊണ്ട് ചാവണ്ടല്ലോ. നീ അതൊന്നും ഓർക്കണ്ട. തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും. അന്ന് നീ മടങ്ങി വന്നാ മതി. വേലു, നീയും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം. ചെല്ലടാ, ഞാനല്ലേ പറയുന്നത്, ചെല്ലടാ. കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിൽ നിന്നെടുത്ത എനിക്ക് തെറ്റി. ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ. ഞാൻ മടങ്ങി വന്നില്ലേ, നീ അത് ചെയ്യണം. ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത്. ഇവിടെ വിട്ട് എങ്ങോട്ടും ഇല്ല ഞാൻ. മോളെ, കുറച്ചു ദിവസമെങ്കിലും നീ ഇവിടെ നിന്ന് മാറി നിൽക്കുക. ആർക്ക് വേണ്ടിയാ ഈ ഒളിച്ചുകളി? എന്തിനാ ഈ ഒളിച്ചുകളി? നിനക്ക് വേണ്ടി, അല്ലാതെ ആർക്ക്? ഈ കേസിലെ കുറ്റവാളികളെ പിടികൂടാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പ്രചരിപ്പിക്കാൻ. ഞാൻ ചെയ്തു അത് തന്നെ. നോക്ക്, അന്വേഷണം എത്ര വേഗം ചൂടായിന്ന്. ഇപ്പോ ആ ഗ്യാങ് ലീഡർ വേണുഗോപാലകൃഷ്ണൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക. ഓടി ഓടി ഒരു ദിവസം അവൻ ഇവിടെയും വരാം. മോളെ കണ്ടുപിടിക്കാം. അത് സംഭവിക്കരുത്. ഇന്ദു മോളെ, അതെ, ഇന്നു മുതൽ ഗോപികാവർമ്മ ഇന്ദു ആകുന്നു. രാത്രി വണ്ടിക്ക് ഇന്ദു പുറപ്പെടുന്നു മറ്റൊരിടത്തേക്ക്. നല്ലൊരു ആൻറ്റി കൂട്ടിനുണ്ടാവും. നല്ലൊരു വീടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഒക്കെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്തത്
സംശയിക്കണ്ട, അങ്കിള് തന്നെ. യു ആർ സേഫ് ഇൻ മൈ ഹാൻഡ്സ് ഗോപിക. ഓ സോറി ഇന്ദു. അങ്കിൾ ഒരു കാര്യം മറന്നു പോകുന്നു. കേസിനും വഴക്കിനും അല്ല ഞാനിവിടെ വന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചിരകാല മോഹം ഒടുവിൽ ഈ മുറ്റത്ത് തന്നെ ഉറങ്ങണമെന്നുള്ള വാശി. മോളെ, എനിക്കറിയാം. അതിനും കുറ്റവാളികളെ പിടികൂടാതെ വയ്യല്ലോ. ചിതാഭസ്മം അവൻ കൈക്കലാക്കിയിരിക്കല്ലേ. ബി കോൺഫിഡന്റ്. വൈകാതെ മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അങ്കിള് വീണ്ടെടുത്തു തരും. ഷുവർ.